മഹാമോശം. ഈ മാച്ച് തോൽക്കുന്ന മലയാളി ആരാധകരായിരുന്നു. രാജസ്ഥാൻ ഫാനാണ് ഞാൻ. വെറുതെ ചെന്നൈ ജേഴ്സി ഇട്ടേക്കുന്നതാണ്. ഇത് ജയിക്കാൻ വേണ്ടി മാച്ച് കഷ്ടപ്പെട്ട് ബോൾ ചെയ്ത് 175 നല്ല സ്കോറാണ്. ചേസ് പറ്റുന്ന സ്കോറാണ്. എന്താ ഈ സഞ്ജു, ഇതാണ് പ്രശ്നം. ഈ ഇമ്പോർട്ടൻറ്റ് മാച്ചസിൽ പുള്ളി അടിക്കില്ല റൺസ്, പെട്ടെന്ന് ഔട്ടാവും വേഗം. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. കൊലാപ്സ് ആയിരുന്നു. നമ്മുടെ മിഡിൽ ഓർഡർ വരെ സംഭവമില്ല നമ്മുടെ ടീമിന്. ഇതാ ഞാൻ പറയണേ. പാറ്റ് കമ്മിൻസ്, ട്രാവിസ് ഹെഡ് ടീം അവരാണ്. ഓസ്ട്രേലിയ ടീംസ് അവരാണ് ഇന്ത്യയെ തോൽപ്പിച്ചത് വേൾഡ് കപ്പ് ഫൈനൽസ്. എന്നിട്ട് ഈ തെണ്ടിമാർ അവരെ സപ്പോർട്ട് ചെയ്യണം. അതെനിക്ക് മനസ്സിലാവാത്ത. ഇന്ത്യൻസ് സപ്പോർട്ട് ചെയ്യണ്ട, പിന്നെ ഇവരെ ഓസ്ട്രേലിയ സപ്പോർട്ട് ചെയ്ത് എന്താ കാര്യം? എങ്ങനെയുണ്ടായിരുന്നു മാച്ച്? ഭയങ്കര മോശമായിട്ട് തോന്നി. സഞ്ജുവിന്റെ അടുത്ത് ടീമിന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. സഞ്ജു ഒരു മോശം ഷോട്ടിലൂടെയാണ് പുറത്തായത്. അതെ, അതിപ്പോൾ ലാസ്റ്റ് 2 മാച്ചും അങ്ങനെ മോശമായത്. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയൊക്കെ ഉള്ളിലുണ്ട്. സഞ്ജുവിനുള്ള സന്തോഷം കൊണ്ടാണ് സഞ്ജുവിനെ ഇങ്ങനെ കുറ്റം പറയുന്നത്. ഇപ്പോൾ സഞ്ജുവിൻ്റെ ഫാൻസ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ നമ്മൾ അതുകൊണ്ടല്ല സഞ്ജുവിനെ അങ്ങനെ പറയുന്നത്. അത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് സഞ്ജുവിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സഞ്ജു ഒരു ക്രൂഷ്യൽ മാച്ച് വരുമ്പോൾ ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻസ് ഇപ്പോൾ ലോബി സോഷ്യൽ മീഡിയയിൽ പറയുന്ന അതേ ഒരു ഫീൽ നമുക്ക് വന്നു പോവാണ്. കാരണം RCB അവർ അല്ല, അതാ പ്രശ്നം. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ വരെ നമുക്ക് ഭയങ്കര വാക്കുകൾ കിട്ടുന്നില്ല. അത്രത്തോളം കഷ്ടപ്പെട്ടു. ഇനി കൊൽക്കത്ത ഹൈദരാബാദ് തമ്മിലാണ് ഫൈനൽ മത്സരം. ആര് ജയിക്കുന്നതാണ്? SRH. എന്തുകൊണ്ടാ? എന്നുവെച്ചാൽ SRH നല്ല ബൗളിംഗ് ഉണ്ട് അവർക്ക്, പിന്നെ ബാറ്റിങ്ങും സ്ട്രോങ് ആണ്. സോ നമ്മൾ കണ്ട സീസൺ വെച്ച് നോക്കുമ്പോൾ ഹൈദരാബാദാണ് കുറച്ചുകൂടി ബെറ്റർ കൊൽക്കത്ത കമ്പയർ. എന്തായാലും ആരാധകർ വലിയ നിരാശയിലാണ്. ഈ പറഞ്ഞതുപോലെ സഞ്ജു അടക്കം അവസാന നിമിഷം കലമുടച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അവസാന 2 മത്സരത്തിലും സഞ്ജുവിൻ്റെ പുറത്താകലിനൊക്കെ തന്നെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. നമുക്ക് കുറച്ച് SRH ഫാൻസും കൂടി ഉണ്ടെന്ന്. രാജസ്ഥാൻ എവിടെ ഇരുന്ന് വെച്ച് மேட்ச் நல்லா இருந்தது. புரியல, லாஸ்ட் ஆயிடுச்சு. என்ன பண்றது? யோசிச்சோம் ஜெயிக்கொண்டு, பட் விக்கெட் மேல விக்கெட் போயிடுச்சு. ஜெயிப்போம் அடுத்த. ஜிந்தாபாத் ப்ரோ கேகேஆர் ப்ரோ. கேகேஆர் ஃபைனல்ஸ்ல ஜெயிப்பா? ஃபைனல்ஸ்ல கண்டிப்பா நம்ம தான் ஜெயிக்க போறோம். ഗൗതം ഗംഭീർ ഹെഡ് കോച്ച്. എന്തായാലും ഇതാണ് ചില കൊൽക്കത്തൻ ആരാധകരൊക്കെ മത്സരം കാണാൻ വന്നിട്ടുണ്ട്. അവരാണ് ഫൈനൽസിലുള്ളത്. ഹൈദരാബാദിനെ തോൽപ്പിക്കാമെന്ന പ്രതീക്ഷ അവരും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും മലയാളി ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.